ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ ആരാധകരെയും ബ്രസീലിയൻ ആരാധകരെയും ഒരുപോലെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമാണ് സൂപ്പർ താരമായ റോഡ്രിഗോയുടെ പരിക്ക്. ACL ഇഞ്ചുറിയാണ്. 6 മാസം മുതൽ 7 മാസം വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ സീസണിൽ നിന്നും അദ്ദേഹം പുറത്തായിട്ടുണ്ട്. മാത്രമല്ല, വരുന്ന വേൾഡ് കപ്പ് കളിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ESPN ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് റോഡ്രിഗോയുടെ പരിക്ക് നെയ്മർ ജൂനിയറെ വല്ലാതെ ബാധിച്ചു, അതല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പരിക്ക് ഏൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നെയ്മർ ജൂനിയർക്ക് കൃത്യമായി അറിയാം. കരിയറിൽ ഒരുപാട് മേജർ ഇഞ്ചുറികൾ പറ്റിയ താരമാണ് നെയ്മർ ജൂനിയർ. മാത്രമല്ല, നെയ്മർക്ക് വളരെയധികം അടുപ്പമുള്ള, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു താരമാണ് റോഡ്രിഗോ. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മേജർ ഇഞ്ചുറി പറ്റിയത് നെയ്മറെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റോഡ്രിഗോക്ക് പരിക്കേറ്റു എന്നറിഞ്ഞ ഉടൻ തന്നെ നെയ്മർ ജൂനിയർ ഈ താരത്തെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നെയ്മർ ജൂനിയർ റോഡ്രിഗോയെ വിളിക്കുന്നുണ്ട്. ഒരുപാട് തവണ നെയ്മർ റോഡ്രിഗോയെ വിളിച്ചു എന്നാണ് ഇപ്പോൾ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ അവസരത്തിൽ റോഡ്രിഗോക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നെയ്മർ ജൂനിയർ നൽകുന്നുണ്ട്. ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നെയ്മർ ജൂനിയർ നൽകുന്നുണ്ട്. ആവശ്യമായ മോട്ടിവേഷൻ നെയ്മർ ജൂനിയർ നൽകുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നെയ്മറുടെ പിൻഗാമിയായിക്കൊണ്ട് നെയ്മർ തന്നെ പരിഗണിക്കുന്ന ഒരു താരമാണ് റോഡ്രിഗോ ഗോസ്. നെയ്മർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിന് ഇത്രയധികം വലിയ രൂപത്തിലുള്ള പരിക്കേറ്റത് നെയ്മറെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നു. ഈ സമയത്ത്, ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് നെയ്മർ ജൂനിയർ തൻ്റെ സുഹൃത്തിനോടൊപ്പം നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.